ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മെട്രോ ട്രെയിനിലൊക്കെ പോയിട്ട് കവൻ പാർക്കിൽ എത്തിയ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കവൻ പാർക്കിലാണ്. അപ്പോൾ കവൻ പാർക്കിൽ ചെന്ന് നമ്മൾ ആദ്യം കാണാൻ പോയത് അക്വേറിയമാണ്, മീനുകളുടെ മ്യൂസിയം. ചെന്ന് കയറിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ മീനുകളുടെ ഒരു കുളം കണ്ടു. അപ്പോൾ നമുക്ക് അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ആൾക്കാർ കൊടുക്കുന്നതാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ലപോലെ പുകയൊക്കെ വിടുന്നുണ്ട്, നമ്മുടെ സിനിമാറ്റിക് എഫക്റ്റ്, പക്ഷികളൊക്കെ വിടുന്ന എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മൂടൽമഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന ഒരു ജലാശയത്തിൻ്റെ പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനുള്ള ഫുഡ് വരുന്നവർ തന്നെ മേടിച്ച് കൊടുത്തോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. മുകളിൽ നിലയായിട്ടും താഴത്തെ നിലയിലായിട്ടും ഒക്കെ നമുക്ക് ഫിഷുകളെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ ഒരു വാൾ ഗാർഡനിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിഷ്ടപ്പെട്ടുള്ള സിങ്കോണിയം, മണി പ്ലാന്റ്, ഫേണ്, പിന്നെ അതുപോലെ ഫിലോഡെൻഡ്രോൺ ആണ് ഇപ്പോൾ താരം. അപ്പോൾ അതെല്ലാം കണ്ട് അകത്തോട്ട് കയറിയപ്പോൾ അതാ സ്റ്റാർ ഫിഷ്. ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർ ഫിഷിനെ കാണാൻ വേണ്ടി. അതും കളറായിട്ട്. ഇതിനാകെ ഒരു ഡിസ്കോ ഉണ്ട്, 5 കയ്യും ഉണ്ട്. എന്തായാലും അത് നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നത്. കുറച്ച് വർഷമൊന്നുമല്ല, 35 വർഷത്തോളം ജീവിക്കും കേട്ടോ ഈ കടൽ വെള്ളത്തിൽ. നമ്മുടെ നാട്ടിലെ വെള്ളത്തിൽ ജീവിക്കില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതിന് നല്ല നീളമുണ്ട്, ഒരു 6 ഇഞ്ച് വരെയൊക്കെ നീളം വരും. പിന്നെ ആ ചേട്ടൻ ഓരോന്നിനെ ഫുഡ് കൊടുക്കുന്നതാണ് കണ്ടത്. എന്താണ് എടുത്ത് കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തോ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് അതിനെ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതിനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അത് മത്സ്യത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഇവർക്ക് കേന്ദ്ര നാഡീവ്യൂഹം എന്നൊക്കെ സംഭവങ്ങളൊന്നുമില്ല. അതായത് എല്ലാം കൂടെ ഒരു വല പോലെ ഇതുങ്ങളുടെ ദേഹത്ത് മുഴുവനോടെ വ്യാപിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മീനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു തരം സ്പീഷ്യസാണ് ഈ സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ പവിഴപ്പുറ്റുകളെയൊക്കെ ഇങ്ങനെ തിന്ന് നശിപ്പിക്കും. ഈയിടയ്ക്ക് ഓസ്ട്രേലിയ കുറേ ഇതുങ്ങളെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു, ഈ പവിഴപ്പുറ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതിനെ ഇപ്പോൾ ആൾക്കാരൊക്കെ വളർത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്പീഷ്യസ് ഉണ്ട് കേട്ടോ, 2000-ന് മേളിൽ സ്പീഷ്യസ് ഉണ്ട്. ഇതിനെ പല കളറിൽ കാണപ്പെടാറുണ്ട്. ചുമപ്പ്, ഓറഞ്ച്, നീല, അല്ലെങ്കിൽ ചാര കളറ്, തവിട്ട് കളറ്, ഇങ്ങനെ പല സ്പീഷ്യസ് അനുസരിച്ച് പല കളറിൽ കാണാറുണ്ട്. പിന്നെ അത് നോക്കിയാൽ തന്നെ കാണാം, ഓറഞ്ച് കാണാം, ചാര കളറ് കാണാം. അപ്പം എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം പുലർത്തുന്ന ഒരു തരം കടൽ ജീവിയാണ് സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത്. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് തരമുള്ള മീനുകളൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി മീനുകളെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഫീഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത്. പല നിറത്തിലും പല വർണ്ണത്തിലുള്ള ഒരുപാട് മീനുകളെ, പല വലിപ്പത്തിലുള്ള മീനുകളെ ഇവിടെ കാണാൻ പറ്റുമെങ്കിലും എനിക്കിതിനേക്കാളൊക്കെ മീനുകളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ കാലിൻ്റെ അറ്റത്ത് ടെൻറ്റിക്കിളുണ്ട്. അതുവഴിയാണ് ഇതുങ്ങൾ ഈ ഫുഡ് എടുത്തിട്ട് കഴിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് വശത്ത് ഒരു സെൻട്രൽ ഡിസ്ക് ഉണ്ട്. അതിൽ നിന്ന് 5 വശത്തേക്കും ഇങ്ങനെ നട്ടലിൻ്റെ സൈഡിൽ നമ്മൾ കൈയൊക്കെ പോകുന്ന പോലെ അതിൻ്റെ 5 സൈഡിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ ഈ കൈയുടെ അറ്റത്ത് കണ്ണുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ കണ്ണ് നമ്മുടെ കണ്ണ് പോലെയല്ല, ഒസല്ലസ് എന്ന് പറഞ്ഞൊരു സൂക്ഷ്മ കണ്ണാണ്. അപ്പോൾ ഈ ഇരുട്ടും വെളിച്ചമൊക്കെ തിരിച്ചറിയാനും അതുപോലെ എന്തെങ്കിലും ചലനമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതുങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ബ്ലഡ് ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ എന്തെങ്കിലും സാധനങ്ങൾ ചലിപ്പിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇവർക്ക് ചലിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കടൽ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. ഈ കടൽ വെള്ളം ഇവരുടെ ദേഹത്തൊരു വാസ്കുലർ സിസ്റ്റം ഉണ്ട്, അത് ഇങ്ങനെ ജലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം ഈ വാസ്കുലർ സിസ്റ്റത്തിനകത്ത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ചലിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അടിവശത്ത് ഈ പഴുതാരയുടെ കാല് പോലെയുള്ള കുറേ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ നീങ്ങുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിന് നട്ടലൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ ഒരു അസ്ഥികൂടമുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ സ്ട്രക്ചറൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഹാങ്ങറൊക്കെ ഫിറ്റ് ചെയ്യത്തില്ലേ ഇങ്ങനെ സക്കറുകൾ വെച്ചിട്ട്, അതുപോലൊരു സംഭവമാണ് ഇവരുടെ കാലിലുള്ളത്. അപ്പോൾ അതിങ്ങനെ എയർ ടൈറ്റായിട്ട് വെച്ചിട്ടാണ് ഇവർ ഈ പാറകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്.
പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടായിരുന്നല്ലോ, നേരെ നടുക്കോട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇവർക്ക് 2 ആമാശയുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിവശത്ത് മധ്യഭാഗത്തുള്ള ആമാശത്തിൽ നിന്ന് ഹൃദയഭാഗത്തിലേക്കുള്ള ആമാശയത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു എൻസൈം ഉണ്ടാവും. ആ എൻസൈമാണ് ഈ ഇരയെ ഫ്രീസ് ആക്കുന്നത്. അതിന് ശേഷം അടുത്ത ആമാശയത്തിലേക്ക് വന്നിട്ട് ഈ ഭക്ഷണം, അതിൻ്റെ പേരുകളൊക്കെ ഉണ്ട്. പൈലോറിക് ആമാശയവും കാർഡിയാക് ആമാശയമാണുള്ളത് കേട്ടോ. മീനുകളുണ്ട്. അപ്പോൾ ഈ അക്വേറിയത്തിലെ മീനുകളെക്കാൾ നല്ല ഭംഗി അതിനെ എങ്ങനെയാണ് അക്വേറിയം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ കാടുണ്ട്, പാറക്കെട്ടുകളുണ്ട്. ഭൂമിയിൽ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്തെല്ലാം കാണുമോ അതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറേ മീനുകളും ഉണ്ട്. വെള്ളമൊക്കെ നല്ല ക്ലീനാണ്. അവിടെ ചേട്ടന്മാർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാണാം. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മീനൊക്കെ നല്ല ഹെൽത്തിയാണ്. ഇഷ്ടം പോലെ കാണാനുണ്ട്. ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. ഈ മീനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് കൗതുകം തോന്നി കേട്ടോ. സ്റ്റാച്ചു പറഞ്ഞ കണക്കാണ് നിൽക്കുന്നത്. നമ്മൾ ഈ കുട്ടികൾ സ്റ്റാച്ചു കളിക്കില്ലേ, അത് കുറേ വരകളും ഭംഗിയൊക്കെ ആയിട്ട്, ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയായിരിക്കും അതുങ്ങൾ അനങ്ങാതെ നിന്നത്. എന്നാലും ക്രിസ്റ്റഫറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ കുറേ നേരമായിട്ട് അതിൻ്റെ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാർ ഫിഷ് പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഒരു കാര്യമായിരുന്നു സീ ആനിമൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പൂക്കൾ പോലെ ഇരിക്കില്ല നമ്മളുടെ ഭൂമിയിലൊക്കെയുള്ള. അപ്പോൾ ഭൂമിയിലെ പൂവായ അനിമോണിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ കടൽ അനിമോൺ എന്ന പേര് വന്നത് തന്നെ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ, അതിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കും. അതിന് അനങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇളകിയിട്ട് പൊട്ടിയിട്ട് താഴെ വീഴുമെന്ന് വെച്ചാൽ ആ താഴെ വീഴുന്നിടത്ത് കിടന്ന് ഇതിങ്ങനെ വളരും. ഒരു ഫംഗൽ പോലെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഇത് പലതരത്തിലുള്ള സ്പീഷീസാണ് ഈ കാണുന്നത്. പൊട്ടി വീണുണ്ടായാൽ അല്ലാതെ വേറൊരു കളറാണ്. അപ്പോൾ ഇങ്ങനെ കൂണ് പോലെയോ എന്തെങ്കിലും ഒരു ജീവിൻ്റെ അടുത്തൂടെ എഴഞ്ഞു പോകുമ്പോൾ അത് കുറേ പൊട്ടി താഴെ വീഴുവാണെങ്കിൽ അത് അവിടെ താഴെ കിടന്നിട്ട് വളരും. പവിഴപ്പുറ്റ് പോലെ തന്നെ വേറൊരു സംഭവം, കടലിനടിയിലുള്ളൊരു അത്ഭുതങ്ങളിൽ ഒന്നാണത്. അപ്പോൾ ഇതിനൊന്നും തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. മിക്കതിനും ചിലപ്പോൾ വിഷമൊക്കെ ഉണ്ടാവും. എന്തായാലും അതും ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സംഭവമായിരുന്നു. ഇതെല്ലാം ഈ ഉപ്പുജലത്തിൽ ജീവിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് നാട്ടിലൊക്കെ കൊണ്ടുവന്ന് വളർത്താമെന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ളതാണ്. അപ്പം പലതരത്തിലുള്ള ഫിഷുകൾ അത് കഴിഞ്ഞിട്ട് കണ്ടു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത ഇത് 2 സ്റ്റാർ ഫിഷും അതുപോലെ സീ അനിമണും. പിന്നെ ഇപ്പോൾ ഈ ബ്ലൂ കളറുള്ള ഒരു മീനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ടല്ലേ. അതിൻ്റെ മുകളിലൊക്കെ ഡിസൈൻസൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു. ഈ സീ ആനിമൽ എന്ന് പറയുന്നത് ഒരു ചെടിയല്ല കേട്ടോ, അതൊരു ശരിക്കും ഒരു ജീവിയാണ്. അതും എഗ്ഗ് സ്പേമും ഒക്കെ വെള്ളത്തിലോട്ട് വിട്ടിട്ട് അവിടെ കിടന്ന് യുണൈറ്റ് ചെയ്തിട്ട് കുട്ടികളാകുന്ന, അതൊരു പോളിപ്പ് പോലെ അവിടെ തന്നെ കിടന്ന് വളരും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പൊട്ടി വീഴുമ്പോഴത്തേക്കും അവിടെ തന്നെ കിടന്ന് വളരും. അങ്ങനെ വളരുന്ന ഒരു ജീവിയാണത്. പലതരത്തിലുള്ള പല ഭംഗിയിലുള്ള ഒരു ജീവിയാണിത്. ഇതിന് വേണമെങ്കിൽ അത്യാവശ്യമൊക്കെ നീങ്ങുകയും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം അതൊരു ജീവിയാണല്ലോ. പിന്നെ അത് അധികം അങ്ങനെ നീങ്ങാറില്ല. എവിടെയൊക്കെയാണോ ഇത് വീഴുന്നത് അവിടെ തന്നെ സാധാരണ അത് ജീവിക്കുമെന്നേ ഉള്ളൂ. അതിന് ഒരു സ്കെൽറ്റനൊന്നും അസ്ഥികൂടമൊന്നുമില്ല. പിന്നെ ഈ അതിൻ്റെ ദേഹത്തിനെങ്കിലും മണത്തരിയൊക്കെ വന്ന് തങ്ങിയിരുന്നിട്ട് അതിന് വേദന എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കക്കയ്ക്കകത്ത് എങ്ങനെ മണൽത്തരി കയറുവാണെങ്കിലും ഒരു പശയുള്ള സ്രവം അതുങ്ങൾ പ്രകടിപ്പിച്ചിട്ട് അതിങ്ങനെ പേളാക്കി മാറ്റുമല്ലേ എന്ന് പറഞ്ഞു കണക്ക് ഒരു പശയുള്ള സ്രവം വന്നിട്ട് ഇവർ ഇതുപോലെ വേദന എടുക്കാതെ ആക്കി മാറ്റും. ഇവിടെ ഒരു ടണൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ചുറ്റും വെള്ളം ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റും ഇങ്ങനെ മുകളിൽ കൂടെ എല്ലാം ഇങ്ങനെ വെള്ളം പോകും. ഇതിനകത്തെല്ലാം മീനായിരിക്കും. ലാസ്റ്റ് നമ്മൾ പോരാൻ ഇറങ്ങിയപ്പോഴേക്കും ഇവർ അക്വേറിയത്തിലേക്ക് പുതിയൊരു അതിഥിയെ കൊണ്ടുവരുന്നത് കണ്ടു. അപ്പം ഇത് ഞാൻ പാമ്പാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു പറഞ്ഞു പാമ്പല്ല ഇത് മീനാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പാമ്പാടെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മീനാണിത്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പാമ്പ് പോലെ ഇരിക്കും അല്ലേ. അവർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇങ്ങനെ അടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പം കുറേ നേരം അവരെ പിടിച്ച് നിർത്തി വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്തു എന്തെങ്കിലും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് കാണുന്നത് വരെയും ബൈ.